കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആഭ്യന്തര സർവേ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പല ഏജൻസികൾക്കും ഒരു സർവേ നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു. അവരൊക്കെ നടത്തിയ സർവേകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പുറത്തു വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ് തനിച്ച് മത്സരിച്ചുകൊണ്ട്, അതായത് ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ട് ഏകദേശം 135 മുതൽ 145 സീറ്റ് വരെ നേടും. മറിച്ച് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളായ അതായത് രാജസ്ഥാന്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ആസം ഇവിടങ്ങളിലൊക്കെ ഒരു വലിയ തരംഗം കോൺഗ്രസിന് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചാൽ, അതായത് പ്രാദേശിക ശക്തികൾക്ക് കൃത്യമായ വേരോട്ടമില്ലാത്ത ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 160ഓളം സീറ്റുകൾ നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നുള്ളത്. അതായത് 160 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടും എന്നുള്ളതാണ്. എന്നാൽ ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഏകദേശം 200 മുതൽ 220 സീറ്റുകൾ നേടും. അതായത് 200 മുതൽ 220 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായി, അതായത് നിലവിൽ തൃണമൂൽ കോൺഗ്രസും BSP, SP എന്നിവയുമായി അവസാനം ഒരു ധാരണയിലെത്തും. കാരണം നിലവിൽ തൃണമൂൽ കോൺഗ്രസിനാവട്ടെ, SPക്കാവട്ടെ, BSPക്കാവട്ടെ BJPയിലേക്ക് എന്തായാലും BJPയുമായി ഒത്തുപോകാൻ എന്തായാലും സാധിക്കുകയില്ല. കാരണം അതെന്തു വന്നാലും സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം വിളിച്ചു പോകുന്നത്. അപ്പോൾ കോൺഗ്രസിനോട് ഒരു വലിയ വിലപേശൽ നടത്തും. ആ വിലപേശൽ രാഹുലിന് വ്യക്തമായി അറിയാം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അതുമൂലം ഇവരുടെ കടന്നുവരലിലൂടെ 272 മുകളിലുള്ള സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുള്ള ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ ആശ്വാസമാണ് പകരുന്നുള്ളത്. ഇത് വ്യക്തമായിട്ടുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ സർവേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ, അതായത് YSR കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യമുണ്ടാക്കാനുള്ള നീക്കവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ആയില്ലെങ്കിൽ തന്നെ TDPയുമായി ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ബീഹാറിൽ RJDയുമായുള്ള ഒരു സഖ്യം, അതായത് RJDയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസിനകത്തുണ്ട്. ഏകദേശം അവർ കണക്കുകൾ പ്രകാരം പറയുന്നത് 30ഓളം സീറ്റുകൾ ബീഹാറിൽ നിന്നും നേടാൻ പറ്റുമെന്ന കണക്കുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനപ്പെടുത്തി, കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ തമിഴ്നാട്ടിൽ DMK സഖ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം 30ൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇത് എത്രത്തോളം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് നേടാൻ പറ്റുമെന്നുള്ളതാണ് നിലവിലെ സർവേകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. മറ്റൊന്ന്, രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം 25 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം. അതായത് ഒരു സീറ്റ് പോലും നേടിയില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിതാപകരമായ അവസ്ഥയാണ് 2014 കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവിടെ ഏകദേശം ഒരു 10ൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതായത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഗെഹ്ലോട്ട് സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നേട്ടങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞ് മധ്യപ്രദേശിൽ 2014 2 സീറ്റുകൾ മാത്രമേ, 29 സീറ്റുള്ള മധ്യപ്രദേശിൽ 2 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം 10ലധികം സീറ്റുകൾ നേടും എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുള്ളത്. അത് 10ലധികം എന്ന് പറയുമ്പോൾ 15ഓളം സീറ്റുകൾ നേടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഈ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, കർണാടകയിലെ JDSഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു നീക്കത്തിലൂടെ ഏകദേശം ഒരു 20ഓളം സീറ്റുകൾ നേടാൻ പറ്റുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. 20ഓളം നേടിയില്ലെങ്കിൽ പോലും 20നകത്ത് 15ഓളം സീറ്റുകൾ നേടുമെന്ന് നമുക്കൊരു വിലയിരുത്തൽ നടത്തിയാൽ തന്നെ ഈ പറഞ്ഞ കണക്കുകളെ മുന്നിൽ നിർത്തി 272 മുകളിലുള്ള സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എടുത്തു പറയേണ്ടത്, UPയെ 200 മുതൽ 210, 220 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അധികാരം ഉറപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മമതാ ബാനർജി ആണെന്നുണ്ടെങ്കിൽ നിലവിൽ വലിയ പ്രശ്നങ്ങളാണ് BJPയുമായി നിലവിലുള്ളത്. ആ പ്രശ്നങ്ങൾക്കിടയിൽ എന്തു പറഞ്ഞാലും
അതായത് BJP എഗെയിൻസ്റ്റ് ചെയ്ത് BJP എതിർത്തുകൊണ്ടാണ് മമത ഇപ്പോൾ ബംഗാളിൽ വലിയ റാലികളും അതുപോലെയുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നുള്ളത്. അത് മാത്രമല്ല BSPക്കാവട്ടെ SP-ക്കാവട്ടെ BJP-യിലേക്കുള്ള ഒരു വാതിൽ ഒരു കാരണവശാലും തുറന്നിടുകയുമില്ല, അവർ പോവുകയുമില്ല. അതുകൊണ്ട് നിർണായകം എന്ന് പറയുന്നത് SP-BSP തൃണമൂൽ സഖ്യം തന്നെയാണ്. ഈ SP-BSP തൃണമൂൽ തന്നെയാണ്. അവർ കോൺഗ്രസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 272 സീറ്റുകൾ എന്നുള്ളത് വളരെ നിസ്സാരമായി തന്നെ കോൺഗ്രസിന് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.